പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ജൂൺ 29 തിങ്കളാഴ്ച. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 17 വാക്യം. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കയാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലതും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നു എന്നവനോട് പറഞ്ഞു. യേശുവിനോട്, എൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞു. സഭ വീണ്ടും ഒരു അനുഗ്രഹീതമായ ആത്മീയയാത്രയിലൂടെ സഞ്ചരിച്ച് സ്ലീഹാ നോമ്പ് വീടലിൽ ഇന്ന് ആയിരിക്കുകയാണ്. സ്ലീഹന്മാരുടെ പേരിൽ ആചരിക്കുന്ന ഈ നോമ്പ് അവരുടെ വിശ്വാസത്തെയും സമർപ്പണത്തെയും സാക്ഷ്യ ജീവിതത്തെയും നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള ഒരു വിളിയാണ്. ആ സ്ലീഹന്മാരിൽ ഏറ്റവും പ്രത്യാശ പകരുന്ന വ്യക്തിയാണ് പത്രോസ്. കാരണം അവൻ്റെ ജീവിതം പരാജയത്തിൽ തുടങ്ങി വിജയത്തിൽ അവസാനിച്ച കഥയല്ല, കൃപ പരാജയത്തെ വിജയമാക്കി മാറ്റിയതായ കഥയാണ്. പത്രോസിൻ്റെ ജീവിതത്തിൻ്റെ വെളിച്ചത്തിൽ സ്ലീഹാ നോമ്പിൻ്റെ ചില ആത്മീയ സന്ദേശങ്ങളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ഒന്ന്, സ്ലീഹാ നോമ്പ് സ്നേഹത്തെ പുതുക്കുന്ന ആത്മീയ യാത്രയാണ്. ഗലീല കടൽ തീരത്ത് ഉയർത്തെഴുന്നേറ്റ യേശു പത്രോസിനോട് ഒരു ചോദ്യം ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നു? യേശു ചോദിച്ചത്, നീ എന്തുകൊണ്ട് എന്നെ തള്ളിപ്പറഞ്ഞു എന്നല്ല, നിനക്ക് എത്ര തെറ്റുകൾ സംഭവിച്ചു എന്നുമല്ല. അവൻ ചോദിച്ചത് സ്നേഹത്തെക്കുറിച്ചാണ്. കാരണം ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം സ്നേഹമാണ്. നമ്മോടും കർത്താവ് ഇതേ ചോദ്യം തന്നെ ചോദിക്കുന്നു, മകനെ, മകളെ, നീ എന്നെ സ്നേഹിക്കുന്നു? സ്നേഹമില്ലാത്ത ഉപവാസം ശരീരത്തെ ക്ഷീണിപ്പിച്ചേക്കാം. സ്നേഹമുള്ള ഉപവാസം ആത്മാവിനെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. രണ്ടാമത്, സ്ലീഹാ നോമ്പ് വീഴ്ചയിൽ നിന്ന് പുനഃസ്ഥാപനത്തിലേക്കുള്ളതായ ഒരു യാത്രയാണ്. പത്രോസ് വലിയ വിശ്വാസ പ്രഖ്യാപനം നടത്തിയവനായിരുന്നു. നീയാണ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന വിശ്വാസ പ്രഖ്യാപനം. എന്നാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതേ പത്രോസ്, ഞാൻ അവനെ അറിയുന്നില്ല എന്ന് 3 പ്രാവശ്യം പറയും. വിശ്വാസത്തിൻ്റെ കൊടുമുടിയിൽ നിന്ന ഒരു മനുഷ്യൻ ഭയത്തിൻ്റെ താഴ്വരയിലേക്ക് വീണു. പത്രോസിൻ്റെ കഥ അവൻ്റെ വീഴ്ചയിൽ അവസാനിച്ചില്ല. കോഴിയുടെ കൂവൽ അവൻ്റെ ചെവിയിൽ മാത്രമല്ല, മനസാക്ഷിയിലും മുഴങ്ങി. അവൻ പുറത്തിറങ്ങി കഠിനമായി കരയുന്നു. ആ കണ്ണുനീർ പരാജയത്തിൻ്റെ കണ്ണുനീറായിരുന്നില്ല, അനുതാപത്തിൻ്റെ വിത്തായിരുന്നു. സ്ലീഹാ നമ്മോട് പറയുന്നു, വീണവരെ മടങ്ങി വരുവാൻ അവിടുന്ന് ആഹ്വാനം നടത്തുന്നു. മടങ്ങി വരുവാൻ തയ്യാറുള്ളവരെ അവിടുന്ന് ചേർത്ത് പിടിക്കും. നമ്മുടെ പാപം എത്ര വലുതായാലും ദൈവത്തിൻ്റെ കരുണ അതിലും വലുതാണല്ലോ. അപ്പോൾ ഈ സ്ലീഹാ നോമ്പിൽ ദൈവസന്നിധിയിലേക്ക് പത്രോസിനെ പോലെ നമുക്കും കടന്നു ചെല്ലാം. അനുതാപത്തോടെ സ്നേഹിക്കുന്ന ഹൃദയമുള്ളവരായി തീരാൻ ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, പത്രോസിൻ്റെ ജീവിതത്തിലെ പോലെ ഞങ്ങളുടെ ബലഹീനതകളെ നിൻ്റെ കൃപയാൽ ശക്തിയാക്കി മാറ്റണമേ. നിന്നെ സ്നേഹിക്കുന്ന ഹൃദയവും അനുതപിക്കുന്ന ആത്മാവും ഞങ്ങൾക്ക് തരണമേ. ഈ സ്ലീഹാ നോമ്പ് അത് വെറും ആചാരമായി തീരാതെ ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന വിശുദ്ധ യാത്രയാക്കി മാറ്റണമേ. കർത്താവെ, ഞങ്ങളുടെ സമർപ്പണത്തെ അവിടുന്ന് സ്വീകരിച്ച് അവിടുന്ന് അനുതാപത്തിൻ്റെ അനുഗ്രഹത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യുമാറാകണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.